നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന ആസ്ഥാനം പുനർനിർമ്മിച്ച് ജെയ്ഷെ മുഹമ്മദ്. പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ മർക്കസ് സുബാറല്ല എന്ന കെട്ടിടമാണ് പുനർനിർമ്മിച്ചത്. നിർമ്മാണം പാക് സർക്കാരിന്റെ സഹായത്തോടെ. അരുണാചലിലെ ചൈനീസ് സൈനിക നീക്കങ്ങൾക്കിടെ അജിത് ഡോവൽ ചൈനയിലേക്ക്. ബീജിംഗിൽ വാങ് ഇയുമായി 25 റൗണ്ട് ചർച്ച. അതിർത്തിയിലെ സൈനിക പിന്മാറ്റം മുതൽ LOCയിലെ സമാധാനം വരെ ചർച്ചയിൽ. ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ സന്ദർശനത്തിനും മോദി ഷീ കൂടിക്കാഴ്ചയ്ക്കും വഴിയൊരുങ്ങുമെന്ന സൂചന. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ പ്ലാൻ ബിയുമായി NDA. മുന്നണി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ ആലോചന. നീക്കം നിയമനിർമ്മാണത്തിന് കാലതാമസമുണ്ടായേക്കുമെന്ന സൂചനകൾക്കിടയിൽ. തെലങ്കാന മുഖ്യമന്ത്രി US സന്ദർശിക്കാനുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ചതിന് പിന്നിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. രേവന്ത് റെഡ്ഡി US സന്ദർശനത്തിൽ രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. JD വാൻസിനെയും സൊഹറാൻ മന്ദാനിയെയും കാണാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് വിവരം. കേരളത്തിലെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷനായി കമ്മീഷൻ ഉടനുണ്ടാകുമെന്നും VD സതീശൻ. ദീർഘകാലമായുള്ള ആവശ്യത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോസിറ്റീവെന്ന് മാത്യു കുഴൽനാടൻ MLA. മെസ്സിയെ കാട്ടി കോടികളുടെ വെട്ടിപ്പ്. GST വകുപ്പിന്റെ നിർണായക കണ്ടെത്തൽ. ആൻഡോ അഗസ്റ്റിൻ കൊടുത്തത് ആരാന്റെ പണം. കണക്കില്ലാതെ എത്തിയത് 206 കോടി. വായ്പയെന്ന് ആൻഡോ. അടിമുടി ദുരൂഹത. ആൻഡോയും റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഇടനിലക്കാരൻ സംശയത്തിൽ പ്രത്യേക സംഘം നോട്ടീസുടൻ. മാസപ്പടി കേസിൽ വീണയ്ക്ക് രക്ഷയില്ല. വ്യക്തമായ തെളിവുണ്ടെന്ന് ED. കൂടുതൽ ചോദ്യം ചെയ്യൽ ഉടൻ. വാർത്താക്കുറിപ്പ് പതിവ് നടപടി. അസ്വാഭാവികതയില്ലെന്ന് EDയുടെ വിശദീകരണം. വാർത്താക്കുറിപ്പ് അസാധാരണമെന്ന് പറഞ്ഞ പിണറായി വിജയന് മറുപടി. കോഴിക്കോട് CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം തുടരുന്നു. CPI കലഹം കടുത്തു. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി കൊമ്പ് കോർത്ത് പാർട്ടികൾ. CPIയെ ചൊടിപ്പിച്ചത് പദവി CPMനെന്ന പിണറായിയുടെ പ്രസ്താവന. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രവൃത്തിയെന്ന് ബിനോയ് വിശ്വം. നടൻ ദേവൻ വിജയിയുടെ TVKയിൽ. ശിവസേനയിൽ രാഷ്ട്രീയം തുടങ്ങിയ താരം ഒടുവിൽ വഹിച്ചത് BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവി. പാർട്ടി വിട്ടത് കഴിഞ്ഞ ദിവസം. TVKയുമായി ചർച്ച. നടി പ്രിയങ്കയുടെ മധ്യസ്ഥതയിൽ. വിജയുമായി ഉടൻ കൂടിക്കാഴ്ചയെന്ന് ദേവൻ ന്യൂസ് 18നോട്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു കാലത്തും പാകിസ്ഥാൻ മറക്കാത്ത ഒരു സംഗതിയാണത്. അവരുടെ മടയിൽ കയറി ഇന്ത്യ അടിച്ച് തകർത്ത ദിവസം. അതും കശ്മീരിൽ നടത്തിയ, പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന വലിയ തോതിൽ ഭീകരരെ തകർക്കുന്ന സംവിധാനം അവിടെ ഉപയോഗിച്ചു. പാകിസ്ഥാൻ ഞെട്ടി. സിന്ദൂറിൽ തകർന്നത് ജെയ്ഷെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. ബഹാവൽപൂരിലാണ്, അതായത് പാക് പഞ്ചാബിലെ ബഹാവൽപൂരിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമുള്ളത്. മർക്കസ് സുബാർ അള്ള എന്ന കെട്ടിടമാണ് ഇപ്പോൾ അവർ പുനർനിർമ്മിച്ചത് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. പാക് സർക്കാരിന്റെ സഹായത്തോടെയാണ് നിർമ്മാണം എന്നും വിവരങ്ങൾ പുറത്തു വരികയാണ്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, പുതിയ വെല്ലുവിളിയാണ്. നമ്മുടെ ഓപ്പറേഷനിൽ തകർത്ത ഒരു കെട്ടിടം അവർ പുനർനിർമ്മിക്കുന്നു. സ്വാഭാവികമായും അവിടെ വീണ്ടും പരിശീലന കേന്ദ്രം അവർ ആരംഭിക്കും, സംശയമില്ല. ഇന്ത്യയുടെ നമ്മുടെ മറുപടിയാണ് പ്രതീക്ഷിക്കേണ്ടത്. രഞ്ജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ മർക്കസ് സുബൻ അള്ള തകർത്തത്. അത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നൊരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പാകിസ്ഥാൻ്റെ കെട്ടിടമാണ്. അവിടെ ആണ് ഈ ജെയ്ഷയുടെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ജിഹാദികൾക്കുള്ള അതിൻ്റെ കവാടം, ജിഹാദിലേക്കുള്ള കവാടം എന്ന തരത്തിൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഈ നിർദ്ദേശങ്ങൾ വരുന്നത്. അവിടെ നിന്നാണ് തീവ്രവാദത്തിനുള്ള പദ്ധതികൾ തയ്യാറാകുന്നത്. 2001 പാർലമെൻറ്റ് ആക്രമണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പത്താൻകോട്ട് ആക്രമണം ആയിക്കോട്ടെ, എയർബേസിലേക്കുള്ള ആക്രമണം, ഇതെല്ലാം പദ്ധതിയിട്ടത്, ഇന്ത്യയിൽ നടന്ന പല സുപ്രധാന തീവ്രവാദ ആക്രമണങ്ങളും പദ്ധതിയിട്ടത് ഈ
ബഹാവൽപൂരിലെ ഈ കേന്ദ്രത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു കൃത്യമായ മറുപടി എന്ന നിലയിൽ ഇന്ത്യ ഈ കേന്ദ്രം തകർത്തത്. അതിൻ്റെ മുകളിലെ ആ താഴികക്കുടം, ആ ഡൂം, ആ ഭാഗമൊക്കെ തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് ലഭിച്ചിരുന്നു. ഏതാണ്ട് 15 മാസം കൊണ്ടിപ്പോൾ അത് പുനർനിർമ്മിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ഇന്ത്യൻ സേനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ പാകിസ്ഥാനെതിരായി 12 കോടിയോളം രൂപ ആദ്യഘട്ടത്തിലും പിന്നീട് 3 കോടി, അങ്ങനെ 15 കോടിയോളം രൂപ നൽകി എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഈ പ്രസ്ഥാനം തന്നെ ഐക്യരാഷ്ട്രസഭ ഒരു തീവ്രവാദ സംഘടന എന്ന നിലയിൽ അതിനെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളതാണ്, അതിനെ നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സംഘടനയ്ക്കാണ് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് അതിനൊരു കോംപ്ലക്സ് പണിയുന്നത്. ഏതാണ്ട് 15 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് അതിൻ്റെ ഒരു കോംപ്ലക്സ് പണിയുന്നതിനുള്ള സഹായങ്ങൾ നൽകിയിട്ടുള്ളത്. അവിടെയാണ് ഈ തീവ്രവാദ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പരിശീലനം നൽകുന്നത്. അവിടെയുള്ള മദ്രസകളിലാണ് ഇത്തരം ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിനും തീവ്രവാദ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനും ഒക്കെയുള്ള പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. രാജ്യം അത് ഗൗരവത്തോടു കൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ ഈ തീവ്രവാദ സംഘങ്ങൾക്കുണ്ട് എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ഈ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമാകും എന്നാണ് നമ്മൾ കരുതുന്നത്. നിരന്തരമായ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമല്ല, പക്ഷേ മറിച്ച് ഇത്തരം തീവ്രവാദ സംഘങ്ങളോട് സന്ധിയില്ലാത്ത ഒരു പോരാട്ടം ആയിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ. അത് തുടരും എന്ന് ഇന്ത്യ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും ഇന്ത്യയുടെ ലക്ഷ്യമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്ത, നമുക്കറിയാം ഇന്ത്യ ചൈന അതിർത്തിയിൽ നിരവധി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് പരിഹാരം കാണുന്നതിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ്. ഡോവലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി മിഷൻസ് വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഒരാൾ കൂടിയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈയുമായി ഡോവൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. മറ്റന്നാളാണ് ഇരുവരും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കുക എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണല്ലോ മനു. അജിത് ഡോവൽ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു. നമുക്കറിയാം പല വിഷയങ്ങളിലും ഫലപ്രദമായ രീതിയിൽ കേന്ദ്ര സർക്കാരിന് ഫലം ഉണ്ടാക്കി കൊടുത്ത ഒരാൾ കൂടിയാണ് അജിത് ഡോവൽ, സംശയമില്ല. ഡോവലിൻ്റെ ഇടപെടൽ ഇന്ത്യ ചൈന വിഷയത്തിൽ ഒരു മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, അത് വളരെ പ്രധാനമായ കാര്യമാണ്. കാരണം ഇന്ത്യയാണ് ഇത്തവണ ഈ 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. സ്വാഭാവികമായും സെപ്റ്റംബർ 12, 13 തീയതികളിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുകയാണ്. ചൈനീസ് ഭരണാധികാരി സ്വാഭാവികമായും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകണം, അത് കൂടുതൽ ദൃഢപ്പെടണം എന്നൊരു ആഗ്രഹം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചൈനീസ് പ്രീമിയറുമായി മറ്റ് അന്താരാഷ്ട്ര യോഗങ്ങൾക്ക് ഇടയിൽ കൂടെ ചില ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ ചൈനയുടെ പ്രശ്നത്തിലെ ഏറ്റവും സങ്കീർണമായ കാര്യം 3500 അല്ലെങ്കിൽ 3488 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു അതിർത്തി പ്രദേശത്തെ അരുണാചലുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് നിലനിൽക്കുന്നത്. 2020 മുതൽ 2024 വരെ ഇന്ത്യ ചൈന ബന്ധത്തെ അത് ബാധിക്കുകയും പിന്നീട് അവിടെ നിന്ന് ചർച്ചകൾ ആരംഭിക്കുകയും അവിടെ അങ്ങനെയാണ് നമ്മൾ 36ാമത്തെ വർക്കിംഗ് മെക്കാനിസം ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ചേരുകയും ഒക്കെ ചെയ്തത്. അന്ന് അജിത് ഡോവൽ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോഴിതാ ഈ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് മീറ്റിംഗ് എന്ന തരത്തിൽ 25ാമത്തെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് മീറ്റിംഗ് ആണ് ഡോവൽ എത്തുന്നത്. തുടർന്ന് ഈ അതിർത്തി പ്രദേശങ്ങളിലെ തർക്ക വിഷയം അവിടെ ചർച്ചയാകും. ഇന്ത്യ ഒരു കാര്യം പറയുന്നു, ഇന്ത്യ ചൈന ബന്ധം സുഗമമാകണമെങ്കിൽ ഈ അതിർത്തി പ്രദേശത്തെ തർക്കം അവസാനിക്കണം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത് നേരത്തെയും അവിഭാജ്യ ഘടകമായിരുന്നു. 1972 വരെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്ന തരത്തിൽ, പിന്നീട് 82 കൂടിയൊക്കെ ഒരു പൂർണ്ണ സംസ്ഥാനം എന്ന നിലയിൽ എക്കാലത്തും ഇന്ത്യയുടെ
ഒരു അവിഭാജ്യ ഘടകമാണ് അരുണാചൽ പ്രദേശ്. ആ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു തരത്തിലും പിന്നോട്ട് പോകാനില്ല. ആ അതിർത്തി തർക്കം ഇന്ത്യയുടെ ആ നിലപാട് അംഗീകരിക്കുമ്പോഴാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സഹായം അല്ലെങ്കിൽ പരസ്പര ധാരണയൊക്കെ ശക്തിപ്പെടുക എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിൻ്റെ ഭാഗമായും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിസ ബന്ധങ്ങൾ അതിനൊക്കെ ചില ഇളവുകൾ, വിസ ഒക്കെ കുറേ കൂടി ലളിതമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ അന്ന് നടന്നിരുന്നു. കുറേ കൂടെ വ്യാപാര സൗഹൃദമാവുക, വിസ ഇളവുകൾ നൽകുക, അതുപോലെ അതിർത്തികളിൽ ഡീഎസ്കലേഷൻ, ആയുധം ഇല്ലാതെ, അതുപോലെ അവിടെ സൈനിക വിന്യാസം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർ ചർച്ചയാണ് വരുന്നത്. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അപ്പോൾ വരുന്ന ആ വിഷയങ്ങൾക്ക് മുന്നോടിയായാണ് ഈ ചർച്ചകൾ എന്നത് വേണം കണക്കിലാക്കാൻ. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പ്രധാനപ്പെട്ട ചർച്ചയാണ്. ചൊവ്വാഴ്ചയാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ, പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് പാസ്സാക്കിയെടുക്കാൻ നടപടികൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ ഫലവത്തായില്ല. ഇപ്പോൾ ഒരു പ്ലാൻ ബിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് NDA മുന്നണി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് NDA അധികാരത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ ആലോചന നടക്കുന്നതായാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള നിയമനിർമ്മാണത്തിന് കേന്ദ്രം നേരത്തെ ആലോചന നടത്തിയിരുന്നുവെങ്കിലും കാലതാമസം ഉണ്ടായേക്കും എന്ന സൂചനകൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നത് എന്നാണ് വിവരം. കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 22 ഇടങ്ങളിലാണ് ഇപ്പോൾ NDA സർക്കാർ അധികാരത്തിലുള്ളത്. അതിൽ ചില സംസ്ഥാനങ്ങളിൽ 2027 UP പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. പഞ്ചാബിൽ 2027 അത്തരത്തിലുള്ള 11 സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പുതിയ നീക്കമാണ്. മനു, ഇതിൻ്റെ വിവരങ്ങൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പും എന്ന് പറയുമ്പോൾ അതൊരു നിർണായകമായ നീക്കമാകും. രഞ്ജിത്ത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് NDA മുന്നോട്ട് വയ്ക്കുന്നൊരു നയമാണ്. കാരണം ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടത്തുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ചിലവ് അതൊരു പ്രധാന ഘടകമാണ്. അത് വലിയ തോതിൽ അതിന് പകുതിയോളം കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിന് വലിയ തോതിൽ കുറയ്ക്കാൻ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി വഴി കഴിയും. മാത്രവുമല്ല, ഒരു സുസ്ഥിര ഭരണം എന്നത് വികസനത്തിൻ്റെ കാതലായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ മാറി മാറി ഇങ്ങനെ സർക്കാരുകളും തെരഞ്ഞെടുപ്പ് വർഷങ്ങളുമൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ സർക്കാരുകൾക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന് 5 വർഷം ആ ഒരു നയം, അവരുദ്ദേശിച്ച നയവും കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു സമയം കിട്ടും. അതാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്. അത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ അത് സർക്കാരുകൾക്ക് 5 വർഷം അധികാരം കൊടുത്താൽ പിന്നീട് അവർക്ക് ഒരു ഏകാധിപത്യ സ്വഭാവം വരും. പിന്നെ തെരഞ്ഞെടുപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല നിയമങ്ങളും തീരുമാനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുമെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. പക്ഷേ ഏതായാലും അതിലേക്ക് ഈ പാർലമെൻറ്റിൻ്റെ ഈ വർഷത്തെ വർഷകാല സമ്മേളനം കഴിഞ്ഞു. ഇനി ശീതകാല സമ്മേളനം വരാനിരിക്കുമ്പോൾ ശീതകാല സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോഴത് ഈ ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് മുന്നിലാണ് ഉള്ളത്. BJP MP PP ചൗധരി നേതൃത്വം നൽകുന്ന സമിതിക്ക് മുന്നിലാണുള്ളത്. രാംനാഥ് കോവിന്ദ് കമ്മീഷൻ തയ്യാറാക്കിയ ഈ ബില്ലാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന് മറ്റു വിഭാഗങ്ങളുടെ കൂടി പിന്തുണ BJP ആരായും NDA മുന്നണി ആരായും ഒരുപക്ഷെ അത് പാർലമെൻറ്റിൽ ഇത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അങ്ങനെ അതുപോലെ ഈ യൂണിയൻ ടെറിട്ടറീസ് ആക്റ്റും ഒക്കെ ഭേദഗതി ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി അതിനാവശ്യമായൊരു പിന്തുണ ലഭിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. അങ്ങനെ വന്നില്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്ന തരത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ആലോചനകളും മുറുകുന്നത്. ഇപ്പോൾ ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീലിൻ്റെ നേതൃത്വത്തിൽ BJP യോഗങ്ങൾ ഇന്നുണ്ടായി. ഇന്നലെ പുതിയതായി തെരഞ്ഞെടുത്ത നേതൃത്വം പ്രധാനമന്ത്രിയുമായി ദീർഘനേരം സംവദിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് BJP ഇനി തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിലൊക്കെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കാൻ. അപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2029 തെരഞ്ഞെടുപ്പ് അത് ഒരുമിച്ച് നടത്താൻ എന്തുവഴി, ഒരുപക്ഷെ ഈ ബില്ലിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഒരുമിച്ച് നടത്താൻ ഇങ്ങനെയൊരു വഴി അത് ആരായമോ
വേണമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് ആന്ധ്രാപ്രദേശും അരുണാചൽ പ്രദേശും സിക്കിമും ഒഡീഷയും തെരഞ്ഞെടുപ്പിനെ അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിട്ടത്. അപ്പോൾ അതും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം ചേർന്നാൽ ഒരുപക്ഷെ അത്രയും ചിലവ് ഇനി വരും കാലങ്ങളിൽ കുറയ്ക്കാൻ കഴിയും എന്ന ഒരു ചർച്ച. അമിത് ഷാ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലാണ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് US സന്ദർശിക്കാനുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ചത് വലിയ വാർത്തയായത് നമ്മൾ കണ്ടതാണ്. അന്ന് കേന്ദ്രത്തിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പദം വഹിക്കുന്ന ആൾക്ക് പങ്കെടുക്കാൻ അനുയോജ്യമായ പരിപാടി ആയിരുന്നില്ല, അത് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതിനാലാണ് അനുമതി നിഷേധിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് ചില രാഷ്ട്രീയ പരിപാടികൾ കൂടി രേവന്ത് റെഡ്ഡി അവിടെ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ്. US സന്ദർശനത്തിൽ രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംദാനി എന്നിവരെ കാണാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. രാഷ്ട്രീയ സന്ദർശനമായതുകൊണ്ടാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, രേവന്ത് റെഡ്ഡിയെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് സന്ദർശനം നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയ വിവാദമായൊരു സംഗതി കൂടിയാണ്. അതിന് മുന്നിൽ ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നതും പ്രധാനമാണല്ലോ. കാരണം സൊഹറാൻ മംദാനിയൊക്കെ ഇവിടുന്നൊരു മുഖ്യമന്ത്രി പോയി കണ്ടാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമായ ഒരു കാര്യമല്ല. അത്തരം ചില പ്രശ്നങ്ങളുമുണ്ട് ഇതിൻ്റെ പിറകിൽ. രഞ്ജിത്ത്, ഈ രേവന്ത് റെഡ്ഡി രണ്ട് രാജ്യങ്ങളിലേക്കുള്ള ഈ സന്ദർശനത്തിനുള്ള അനുമതി ചോദിച്ചത് തെലങ്കാനയെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വിദേശ സർവകലാശാലകളുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്നതിനും ചർച്ചകൾക്കും വേണ്ടിയാണ്. അപ്പോൾ തെലങ്കാനയെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന ഒരു ആവശ്യം മുൻനിർത്തിയാണ് UK-യിലേക്കും US-ലേക്കും അപേക്ഷിച്ചത്. UK-യിലേക്ക് അപേക്ഷ അംഗീകരിച്ചു. ഓഗസ്റ്റ് 20 അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ നിന്ന് ബോസ്റ്റണിലേക്കും ഒക്കെ പോകാനാണ് പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ അമേരിക്കൻ സന്ദർശനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ ഈ JD വാൻസിനെയും സൊഹറാൻ മംദാനിയെയും കാണുമ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ അതിന് ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയുള്ള ഒരു അനുമതിയാണ് തേടേണ്ടിയിരുന്നത്. അതിനപ്പുറത്തേക്ക് ചില സർവകലാശാലകളുമായി സംസ്ഥാനത്തിൻ്റെ ഒരു വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകൾ ഒപ്പുവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പോകാവുന്നതാണ്. പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിലെ ജനപ്രതിനിധികളെയോ അവിടുത്തെ നേതാക്കളെയോ ഒക്കെ കാണുമ്പോൾ അതിനൊരു നയതന്ത്ര പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പോകണം എന്നൊരു രീതിയാണ് രാജ്യത്തിനുള്ളത്. കാരണം ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധി അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഈ ഒരുപക്ഷെ പ്രതിപക്ഷത്താണോ എന്നതല്ല ചോദ്യം, അദ്ദേഹം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് ഒരു ഇന്ത്യൻ ഭരണാധികാരി എന്ന തരത്തിലായിരിക്കും അദ്ദേഹത്തിന് അവിടെ ഒരു പ്രതിച്ഛായ ഉണ്ട്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കായ ഒരു രീതിയിൽ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം അന്താരാഷ്ട്ര നിലത്ത് ഉറപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ യോഗങ്ങൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നത് എന്നതാണ് ഈ ഒരു യോഗത്തിന്, ഈ ഒരു യാത്രയ്ക്ക് അനുമതി, ബോസ്റ്റണിലേക്കും ന്യൂയോർക്കിലേക്കും ഒക്കെയുള്ള ഈ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കാനുള്ള ഒരു സുപ്രധാനമായ കാര്യം. മറ്റൊരു പ്രധാന കാര്യം നമുക്കറിയാം, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തെലുഗു സംസാരിക്കുന്ന വിഭാഗമാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് 14% ഈ തെലുഗു സംസാരിക്കുന്ന ജനവിഭാഗമാണ്. അവരാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകൾ തെലുഗു സംസാരിക്കുന്നവർ ഉണ്ട്. അപ്പോൾ അവിടെ വലിയൊരു സ്വാധീനം എന്ന നിലയിൽ ഒരു ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ പോകുന്ന നേതാക്കൾക്ക് ഉണ്ട് എന്ന കാര്യം കൃത്യമാണ്. പക്ഷേ അതിന് ഒരു നയതന്ത്ര രീതിയിലൂടെ ഉള്ള ഒരു അപേക്ഷ സമർപ്പിച്ച് ശേഷം മാത്രമേ അവിടെ പോകാവൂ. അല്ലാതെ സ്വന്തം നിലയ്ക്ക് ഒരു ചർച്ചയ്ക്ക്, മറ്റൊരു സർവകലാശാലകളുമായുള്ള ഒരു ചർച്ചയ്ക്ക് എന്ന പേരിൽ അവിടെ എത്തുകയും പിന്നീട് രാഷ്ട്രീയ നേതൃത്വത്തെ കാണുകയും മറ്റു ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് എതിരാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. അത് ന്യായീകരിക്കാവുന്നതുമാണ്. ശരി, മനു ഭരതാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തുടരും.
കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂറി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിൽ. കേരളത്തിന്റെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന് ഇനി ഒരു ജില്ല ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൂവാറ്റുപുഴയെ തീർച്ചയായും പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലിമിറ്റേഷനായി കമ്മീഷൻ ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മൂവാറ്റുപുഴയിലെ വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടൻ MLA നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. മൂവാറ്റുപുഴ ജില്ല എന്നത് ദീർഘകാലമായിട്ടുള്ള നാടിന്റെ ആവശ്യമാണെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മുഖ്യമന്ത്രി പോസിറ്റീവായി പ്രതികരിച്ചു. കൂടിയാലോചനകൾ ഉണ്ടാകും, എല്ലാവർക്കും യോജിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യും എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ദീർഘകാലമായിട്ടുള്ള നാടിന്റെ ഒരാവശ്യമായിരുന്നു ജില്ല വേണമെന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷനെ സംബന്ധിച്ചും അതുപോലെ പുതിയ ജില്ലാ താലൂക്കുകളുടെ സാധ്യതകളെ കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരവാണ് മാറ്റുന്നത്. MLA എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഞാൻ നാടിന്റെ ഏറ്റവും പ്രധാന ആവശ്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് എന്നോട് പോസിറ്റീവ് സമീപിച്ചു. വളരെ സന്തോഷം, വളരെ പ്രതീക്ഷയിലാണ്. മൂവാറ്റുപുഴ ജില്ല എന്ന് പറഞ്ഞ ഒരു കാർഷിക മേഖലയ്ക്ക് ഈ മേഖലയെ കേന്ദ്രീകരിച്ച ജില്ല ആവശ്യമാണ്. കാരണം പലപ്പോഴും എറണാകുളം ജില്ലയ്ക്ക് ധാരാളമായി ഫണ്ട് അനുവദിക്കപ്പെട്ടാലും നഗരത്തിന്റെ പ്രയോറിറ്റി കഴിഞ്ഞ് കിഴക്കൻ മേഖലയിലേക്ക് പണം വരാറില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്, ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ജില്ലാ വികസന സമിതിയിലൊക്കെ വിഷയം ഞാൻ ആഴ്ചയിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് ശ്രദ്ധയിലുണ്ട്. അതിന്റെ ഒരു ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 206 കോടി രൂപ എത്തിയതായി GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൈമാറിയത് സ്പോൺസറുടെ സ്വന്തം പണമല്ലെന്നും അടിമുടി ദുരൂഹത നിറഞ്ഞ ഇടപാടാണ് ഉണ്ടായതെന്നും GST ഇന്റലിജൻസ് വ്യക്തമാക്കുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർ 126 കോടി രൂപ അടച്ച സമയത്താണ് 2 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഈ ഭീമമായ തുക എത്തിയത്. ഈ തുക വായ്പയായി ലഭിച്ചതാണെന്ന് സ്പോൺസർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് സാധൂകരിക്കാൻ ആവശ്യമായ യാതൊരുവിധ ഔദ്യോഗിക
രേഖകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കൗണ്ടിലേക്ക് പണമെത്തിയ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ തുകയുടെ വലിയൊരു ഭാഗവും മറ്റ് അക്കൗണ്ടുകളിലേക്ക് വേഗത്തിൽ വകമാറ്റി കൈമാറ്റം ചെയ്തതായി SIT സംഘം കണ്ടെത്തി. സ്പോൺസറായ ആൻഡോ അഗസ്റ്റന്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ഇടനില ചാനലായി മാത്രമാണോ പ്രവർത്തിച്ചത് എന്ന് അധികൃതർ സംശയിക്കുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോൾ സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിലാടുകയും പൂക്കളത്തിന് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി K. മുരളീധരൻ രംഗത്തെത്തി. ഭരണം മാറിയത് അറിയാത്ത ചില പോലീസുകാരാണ് ഇതിന് പിന്നിലെന്ന് K. മുരളീധരൻ പറഞ്ഞു. ED കേസ് പ്രതികളുടെ ഊഞ്ഞാലാടൽ വിവാദത്തിൽ IP ബിനുവിൻ്റെ റീൽസ് മെറ്റ നീക്കം ചെയ്തു. സംഭവം വിവാദമായതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെയാണ് മെറ്റയുടെ നടപടി. കോതമംഗലം പോത്താനിക്കാട് പെട്രോൾ പമ്പിന് സമീപം വാഹനത്തിന് തീ പിടിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് സ്കോർപിയോ വാഹനത്തിൽ തീ കണ്ടെത്തിയത്. ഉടനെ കോതമംഗലം ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീ കണ്ടപ്പോൾ തന്നെ വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടമൊഴിവായി. മുക്കം നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ ഗോഡൌണിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്നേക് റെസ്ക്യൂ വോളണ്ടിയർ ബാബു എള്ളഗേളിനെ വിവരമറിയിച്ചു. അരമണിക്കൂറോളം സമയമെടുത്താണ് ബാബു എത്തി പാമ്പിനെ പിടിച്ചത്. മുക്കം കുറ്റിപ്പാല അങ്ങാടിക്ക് സമീപത്തുള്ള ഗോഡൌണിലാണ് സംഭവം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇനി തലശ്ശേരി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,950, പവന് 1,19,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,285, പവന് 98,280. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇനി തലശ്ശേരി. ഇടവേള.